ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പാർക്ക് ലേണിംഗ്സിൻ്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ആരോമൽ. നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡ്, കേരള പോലീസിൻ്റെ CPO എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇന്ത്യൻ പീനൽ കോഡിൻ്റെ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമം 1860, ഇന്ത്യൻ ശിക്ഷാ നിയമം 1860. അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ജനറൽ എക്സെപ്ഷൻസ്, പൊതു അപവാദങ്ങൾ അല്ലെങ്കിൽ പൊതു ഒഴിവാക്കലുകൾ എന്നാൽ എന്താണ്? അതായത് ചില കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ഇവിടെ ശിക്ഷ കിട്ടാറില്ല. അത് കുറ്റകൃത്യമല്ലെങ്കിൽ ഒരു ഹാനി അവിടെ സംഭവിക്കുന്നുണ്ട്, പക്ഷേ അതിന് ശിക്ഷ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുറ്റമായി പരിഗണിക്കുന്നില്ല, കുറ്റവിചാരണ ഉണ്ടാവുന്നില്ല, പ്രതിയെ ശിക്ഷിക്കുന്നില്ല. അങ്ങനെ IPCയിൽ ഒഴിവാക്കപ്പെട്ടവയാണ് ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പൊതു അപവാദങ്ങൾ എന്ന് പറയുക, പൊതു ഒഴിവാക്കലുകൾ. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ കുറച്ച് സെക്ഷൻസ് മാത്രം. അത്രയും പഠിച്ചാൽ അതിനകത്ത് നിന്ന് 1 മാർക്ക് ഷുവറായിട്ടും ചോദിക്കും. ഓക്കെ, IPCയുടെ അധ്യായം 4-ലാണ് ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പൊതു ഒഴിവാക്കലുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അധ്യായം 4-ലാണ് ജനറൽ എക്സെപ്ഷൻസ് അല്ലെങ്കിൽ പൊതു ഒഴിവാക്കലുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ സെക്ഷൻ, നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ സെക്ഷനാണ് സെക്ഷൻ 81. സെക്ഷൻ 81 IPCയുടെ സെക്ഷൻ 81 പറയുന്നത് ഒരു വലിയ ഹാനി തടയുവാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാൽ ഒരു ചെറിയ ഹാനി സംഭവിക്കുകയാണെങ്കിൽ അതിന് കുറ്റകരമായി പരിഗണിക്കുന്നില്ല. അതായത് ഒരു വലിയൊരു അപകടം അല്ലെങ്കിൽ വലിയൊരു ഹാനി, അതിനെ തടയുവാനായിട്ട് ചെറിയൊരു പ്രവൃത്തി ചെയ്യുന്നു. ആ പ്രവൃത്തി ചെയ്യുന്നത് കാരണം മറ്റൊരു അപകടം സംഭവിച്ചേക്കാം. എന്നാൽ അതൊരു ചെറിയ അപകടമാണ്, സംഭവിക്കാനിരുന്ന വലിയ അപകടത്തെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു അപകടം. എന്നാൽ ആ ഒരു പ്രവൃത്തിയെ ശിക്ഷ അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ്, അതിനെ ശിക്ഷ നൽകുന്നില്ല. സംഭവം കുറച്ചുകൂടെ ലൈറ്റാക്കി പറഞ്ഞാൽ, തീപിടുത്തം നടക്കുന്ന ഒരു കെട്ടിടം, അതിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്ന ആൾക്കാരെ രക്ഷിക്കാനായിട്ട് ആ കെട്ടിടത്തിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തേക്ക് കടക്കേണ്ടി വരുന്നു. ആ ഒരു അവസ്ഥയിൽ നാളെ രക്ഷപ്പെടുത്തിയ ശേഷം ആ ഒരു വ്യക്തിക്ക്, ആ കെട്ടിടത്തിന്റെ ഉടമയ്ക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ വാതിൽ ചവിട്ടിപ്പൊളിച്ചു എന്ന പേരിൽ വീട് നശിപ്പിച്ചതിന് കേസ് കൊടുക്കാൻ പറ്റില്ല. ക്ലിയറായി? അതായത് ഒരു വലിയ അപകടം അവിടെ നടക്കുകയാണ്. സെക്ഷൻ 81 പ്രകാരം ഒരു വലിയ അപകടം നടക്കുന്നു അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു. അത് തടയാനായി ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ഒരാൾക്കോ ഒരു വസ്തുവിനോ എന്തെങ്കിലും ഹാനി സംഭവിക്കുകയാണെങ്കിൽ അതിനെ എന്തായി കാണുന്നില്ല? കുറ്റമായി കാണുന്നില്ല, അത് ശിക്ഷിക്കുന്നില്ല. അതാണ് സെക്ഷൻ 81 പറയുന്നത്. അതായത് ഒരു വലിയ അപകടം തടയുവാനായി ചെയ്യുന്ന പ്രവൃത്തിയാൽ ചെറിയൊരു അപകടം ഉണ്ടെങ്കിൽ അതെന്തല്ല, അത് കുറ്റമായി കണക്കാക്കുന്നില്ല. അപ്പൊ സെക്ഷൻ 81 ക്ലിയർ ആണ്. ഓക്കെ, ഇനി 82ലേക്ക് നോക്കുമ്പോൾ ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ 7 years of age, 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒന്നും എന്തായി കാണുന്നില്ല? കുറ്റമായി കാണുന്നില്ല. 82 എന്താണ് പറയുന്നത്? 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും എന്തായി കാണുന്നില്ല? കുറ്റമായി കാണുന്നില്ല. അതിന് നമുക്ക് IPCയിൽ പറയുന്ന ഒരു റീസൺ ഉണ്ട്, ഡോളി ഇൻ കാപ്പാക്സ്. അതായത് ആ ഒരു കുറ്റം ചെയ്തതിന്റെ ഇന്റന്റ് നമുക്കൊരിക്കലും ആ കുട്ടി എന്തുകൊണ്ട് ആ കുറ്റം ചെയ്തു അല്ലെങ്കിൽ എന്ത് പ്രേരണയാൽ ആ കുറ്റം ചെയ്തു എന്ന് കോടതിയിൽ സ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കോടതിയിൽ നിർത്തിക്കൊണ്ടുപോയി നമുക്ക് എന്ത് ചെയ്യാനും പറ്റൂല? വിചാരണ ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊരു കൃത്യവും എന്തായി പരിഗണിക്കുന്നില്ല? കുറ്റമായി പരിഗണിക്കുന്നില്ല. സംഭവത്രേ ഉള്ളൂ. സെക്ഷൻ 82 പറയുന്നത് 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊരു പ്രവൃത്തിയും എന്തായി കാണുന്നില്ല? കുറ്റമായി കാണുന്നില്ല. അപ്പൊ 81 എന്തായിരുന്നടാ? 81 പറഞ്ഞത് എന്തായിരുന്നു? ഒരു വലിയ പ്രവൃത്തി തടയുവാനായി ചെയ്ത ചെറിയൊരു പ്രവൃത്തിയാൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതെന്തല്ല? കുറ്റമല്ല. രണ്ടാമത് 82 പറഞ്ഞു 7 വയസ്സിൽ താഴെയുള്ള കുട്ടി ചെയ്യുന്നതൊന്നും കുറ്റമല്ല. അടുത്ത മൂന്നാമത് സെക്ഷൻ 83. സെക്ഷൻ 83 പ്രകാരം 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള ഒരു കുട്ടി തന്റെ അപക്വമായ ധാരണാശക്തിയാൽ അല്ലെങ്കിൽ ഇമ്മെച്വർ അണ്ടർസ്റ്റാൻഡിങ്, തന്റെ അപക്വമായ ധാരണാശക്തിയാൽ ചെയ്യുന്നതൊന്നും കുറ്റമല്ല. 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള ഒരു കുട്ടി എന്താണോ അപക്വമായ ധാരണാശക്തിയാൽ, ഇമ്മെച്വർ അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് ഇമ്മെച്വർ അണ്ടർസ്റ്റാൻഡിങ്? തിരിച്ചറിവില്ല, അപക്വമായ ഒരു ധാരണാശക്തി. അതായത് ആ കുട്ടി ആ ചെയ്യുന്നതിന്റെ പരിണിത ഫലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചോ എന്ത് ചെയ്യുന്നില്ല? ആലോചിക്കുന്നില്ല. ആലോചിക്കാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ആ ഒരു പ്രവൃത്തിയാൽ എന്തെങ്കിലും അപകടം, അത് തിരിച്ചറിയാനൊരു കഴിവില്ല ആ കുട്ടിക്ക്. പക്ഷേ ഇവിടെ ആ കുട്ടിക്ക് കഴിവില്ല, അല്ലെങ്കിൽ എന്താണ്, അപക്വമായ ധാരണാശക്തിയാണ് എന്ന് കോടതിയിൽ തെളിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അപക്വമായ ധാരണാശക്തി ഏത് കാലയളവിനുള്ളിലാണ്? 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. ഞാനിത് റിപ്പീറ്റ് ചെയ്യാൻ കാരണം കഴിഞ്ഞ തവണ ഇതൊരു പ്രീവിയസ് ചോദ്യമായിരുന്നു. കഴിഞ്ഞ തവണ ചോദിച്ചു, അതാണല്ലോ പ്രീവിയസ് ചോദ്യം. കഴിഞ്ഞ തവണ ചോദിച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് എന്ത്? അപക്വമായ ധാരണാശക്തി. ചോദ്യം ഇങ്ങനെയായിരുന്നു, 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലയളവാണ് അപക്വമായ ധാരണാശക്തി. ചോദ്യം തിരിച്ചാ ചോദിച്ചത്, അപക്വമായ ധാരണാശക്തി ഏത് പ്രായത്തിനിടയിലാണ്? 7 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ, ഇമ്മെച്വർ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ സെക്ഷൻ 83 ക്ലിയർ ആണ്. 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള ഒരു കുട്ടി തന്റെ അപക്വമായ ധാരണാശക്തിയാൽ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്താൽ ആ കുട്ടി എന്ത് ചെയ്യാൻ പറ്റൂലടാ? ശിക്ഷിക്കാൻ പറ്റില്ല. ആ കുട്ടിയെ ശിക്ഷിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ അപക്വമായ ധാരണാശക്തി എന്ന്
എന്ന് കോടതിയിൽ തെളിയിക്കേണ്ടതുണ്ട്. ക്ലിയർ ആയി? ഡോളി ഇൻകാപാക്സ് ഏത് സെക്ഷനുമായി ബന്ധപ്പെട്ടായിരുന്നു? സെക്ഷൻ 82. അപക്വമായ ധാരണാശക്തിയാണെങ്കിലോ സെക്ഷൻ 83. ഇപ്പൊ 81 82 83. അടുത്ത 84 ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. ചിത്തഭ്രമം ബാധിച്ച മാനസിക ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് എന്തായി പരിഗണിക്കാൻ പറ്റില്ല? കുറ്റമായി പരിഗണിക്കാൻ പറ്റില്ല. ഫ്രാന്ത് ഒരു പൊതു അപവാദമാണ് എന്ന് പറയുന്ന സെക്ഷനാണ് ഏത്? സെക്ഷൻ 84. അതായത് ചില വ്യക്തികൾ ചില കുറ്റം ചെയ്തിട്ട് ഫ്രാന്ത് അഭിനയിക്കും, എന്നിട്ട് ഫ്രാന്തനാണ് ആ കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ് കോടതി വെറുതെ വിടണമെന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയുള്ള കാര്യമല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. യഥാർത്ഥത്തിൽ ചിത്തഭ്രമം ബാധിച്ചൊരു വ്യക്തി, ആ വ്യക്തി ഒരു കുറ്റം ചെയ്യുന്നു, ആ കുറ്റത്തിന്റെ പേരിൽ ആ വ്യക്തി എന്ത് ചെയ്യാൻ പറ്റില്ല? ശിക്ഷിക്കാൻ പറ്റില്ല. കാരണം ചിത്തഭ്രമം ബാധിച്ച് തന്റെ മൈൻഡിന്റെ സമനില നഷ്ടപ്പെട്ട ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിന്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് ആ വ്യക്തി ഒരിക്കലും ബോധവാനായിരിക്കില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യാനും പറ്റില്ല? ശിക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഈസ് എ ജനറൽ എക്സെപ്ഷൻ സെക്ഷൻ 84 പ്രകാരം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത് 85 നോക്കുമ്പോൾ സ്വമേധയാൽ അല്ലാത്ത ലഹരി. സ്വമേധയാൽ അല്ലാത്ത ലഹരി എന്താണ്? ഈ സ്വമേധയാൽ അല്ലാത്ത ലഹരി എന്ന് പറയുന്നത് ഒരു വ്യക്തി ഇൻടോക്സിക്കേറ്റ് ചെയ്യപ്പെടുന്നു. എങ്ങനെ? അയാളുടെ സമ്മതമോ അറിവോ ഇല്ലാതെ ഒരു വസ്തു ലഹരിക്കടിമപ്പെട്ട് തന്റെ സ്വാഭാവിക ചിന്താശേഷി നഷ്ടപ്പെടുന്നു. അതായത് ഒരു വ്യക്തി, അയാൾ ലഹരി ഒന്നും ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്, അയാൾ അറിയുന്നില്ല, അയാളെ നിർബന്ധിച്ചോ അല്ലെങ്കിൽ അയാൾ അറിയാതെയോ അയാളുടെ ശരീരത്തിലേക്ക് ലഹരി വസ്തുക്കളെ കടത്തിയിട്ട് അത് പ്രകാരം അതിന്റെ ഒരു ഉന്മാദാവസ്ഥയിൽ അയാൾ എന്തെങ്കിലും ഒരു കാര്യം തിരിച്ചറിവില്ലാതെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേരിൽ അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ശിക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെയും ഒരു കാര്യമുണ്ട്. സ്വമേധയാൽ അല്ലാത്ത ലഹരി ഏതാണെന്ന സെക്ഷൻ 85. ഇവിടെയും ഒരു കാര്യമുണ്ട്. എന്താണ്? കോടതിയിൽ തെളിയിക്കണം. അപ്പോ സ്വമേധയാൽ അല്ലാത്ത ലഹരിയാൽ ഒരാൾ ചെയ്യുന്ന കുറ്റങ്ങൾ എന്തല്ല? കുറ്റകൃത്യമല്ല, അവയെ ഒഴിവാക്കുന്നു സെക്ഷൻ 85 പ്രകാരം. അപ്പൊ നമ്മളിപ്പോ 5 സെക്ഷൻ പറഞ്ഞു. 81, 82, 83, 84, 85. 81 എന്തായിരുന്നു? ഒരു വലിയ അപകടം അല്ലെങ്കിൽ ഒരു വലിയ ഹാനി ഒഴിവാക്കാനായി ചെയ്യുന്ന ചെറിയ ഹാനി എന്താണ്? കുറ്റമല്ല. 82 7 വയസ്സിൽ താഴെയുള്ള കുട്ടി ചെയ്യുന്നത് കുറ്റമല്ല. 83 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലുള്ള ഒരു വ്യക്തി തന്റെ അപക്വമായ ധാരണാശക്തിയാൽ ഒരു കുട്ടി ചെയ്യുന്ന കുറ്റം എന്തല്ല? കുറ്റമായിട്ട് കണക്കാക്കുന്നില്ല. 84 ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അതായത് എന്താ പറഞ്ഞ? 84 പറയുന്ന ആക്ട് ഓഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ചിത്തഭ്രമം ബാധിച്ച ഒരാളെ ചെയ്യുന്ന കുറ്റമല്ല. 85 സ്വമേധയാൽ അല്ലാത്ത ലഹരി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു സെക്ഷനിൽ നോക്കുക. അടുത്ത് നമ്മൾ നോക്കുന്നത് സെക്ഷൻ 88 ആണ്. സെക്ഷൻ 88 പറയുന്നത്, ഇപ്പോൾ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, അവിടുത്തെ ഡോക്ടർ എന്നോട് പറയുന്നു എനിക്കൊരു മാരകമായ രോഗമാണ്, ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സമ്മതത്തോടെ ആ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഡോക്ടറോട് സമ്മതം കൊടുക്കുന്നു. ആ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ മരണമോ സംഭവിച്ചാൽ ആ ഡോക്ടർ എന്തായിരിക്കില്ല? ഉത്തരവാദിയായിരിക്കില്ല. ഓക്കെ, ഇത് സെക്ഷൻ 88ന്റെ എക്സാമ്പിൾ ആണ്. ഇനി കാര്യം പറയാം. ഒരാളുടെ സമ്മതപ്രകാരം നല്ല ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാൽ എന്ത് ചെയ്യുകയാണ്? ഹാനി സംഭവിക്കുകയാണെങ്കിൽ ആ കുറ്റത്തെ എന്തായി കണക്കില്ല? കുറ്റമായിട്ട് കണക്കാക്കില്ല. അതെന്തായി കണക്കാക്കില്ല? കുറ്റമായി കണക്കാക്കില്ല. കാരണം എന്താ? ഇവിടെ ഉദ്ദേശം ജെനുവിനാണ്, നല്ല ഉദ്ദേശമായിരുന്നു. പക്ഷേ എന്ത് പറ്റി? അപകടം പറ്റിപ്പോയി. എന്നാൽ ഇവിടെ ആരും എന്തുകൊണ്ട്? സ്വയം കൺസെന്റ്, ബൈ സെൽഫ് കൺസെന്റ് ആണ്, സ്വന്തം കൺസെന്റ്. അപ്പൊ 88 പറയുന്നത് ഒരാളുടെ സ്വന്തം കൺസെന്റോടുകൂടെ ഒരു പ്രവൃത്തി ചെയ്യുന്നു. ആ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഹാനി സംഭവിക്കുന്നു. നല്ല ഉദ്ദേശത്തോടു കൂടെ ചെയ്ത പ്രവൃത്തിയാണ്. ഹാനി സംഭവിച്ചാൽ അതെന്തല്ല? കുറ്റമായി കണക്കാക്കില്ല. ഇനി 89 പോകുമ്പോൾ, സെക്ഷൻ 89 പോകുമ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ കൺസെന്റ് കൊടുക്കുന്ന ഒന്ന് 12 വയസ്സിൽ താഴെയുള്ള കുട്ടി അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ചൊരു വ്യക്തി. ഒന്നുകിൽ 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ചൊരു വ്യക്തിയാണ്. ഈ 2 പേർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തി രക്ഷകർത്താവ് ചെയ്യുകയോ, അതായത് ഈ 2 പേരുടെ, അത് ഒന്നുകിൽ 12 വയസ്സിൽ താഴെയുള്ള കുട്ടി അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ചൊരു വ്യക്തി, ഈ വ്യക്തിക്ക് വേണ്ടി, വ്യക്തിയുടെ നല്ലതിന് വേണ്ടി ഒരു പ്രവൃത്തി രക്ഷകർത്താവ് ചെയ്യുകയോ അല്ലെങ്കിൽ രക്ഷകർത്താവിന്റെ അനുമതിയോടെ മറ്റൊരാൾ ചെയ്യുകയോ, ഇവിടെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം ജെനുവിനാണ്, നല്ല ഉദ്ദേശത്തോടു കൂടെ ഒരു വ്യക്തിയോ ഒരു രക്ഷകർത്താവ് ചെയ്യുകയോ അല്ലെങ്കിൽ രക്ഷകർത്താവിന്റെ സമ്മതത്തോടുകൂടെ മറ്റൊരാൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിലെന്താണ് പറയുന്നത്? അവിടെയും അതിനെ നമ്മൾ എന്തായി കണക്കാക്കില്ല? കുറ്റമായി കണക്കാക്കില്ല. ഇവിടെ ശ്രദ്ധിക്കുക, സെക്ഷൻ 89 12 വയസ്സിൽ താഴെയുള്ള കുട്ടി അല്ലെങ്കിൽ ചിത്തഭ്രമം ബാധിച്ചൊരു വ്യക്തി, ആ വ്യക്തിയുടെ നല്ല ഉദ്ദേശത്തോടുകൂടെ ആരാണ് ചെയ്യുന്നത്? ഒന്നുകിൽ രക്ഷകർത്താവ് സ്വയം ചെയ്യുന്നു, അല്ലെങ്കിൽ രക്ഷിതാവിന്റെ കൺസെന്റോടുകൂടെ മറ്റൊരാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാൽ ഹാനി സംഭവിച്ചാൽ അതെന്തായി കാണില്ല?
എന്തായി കാണില്ലടാ, കുറ്റമായി കാണില്ല. അപ്പോൾ 88 സ്വന്തം കൺസെന്റ്, 89 പാരൻസിന്റെയോ ഗാർഡിയന്റെയോ കൺസെന്റ്, അത് രണ്ടും ഓക്കെ. ദെൻ 92 പോകുമ്പോൾ നമുക്ക് ജനറൽ എക്സെപ്ഷൻസിൽ പഠിക്കാനുള്ള അവസാനത്തെ സെക്ഷനാണ് 92. 92 പോകുമ്പോൾ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ഒരാൾ, അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ഒരു സർജറി ചെയ്യണം, ആരാണ് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ സർജറി ചെയ്താലേ അയാളെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ കൺസെന്റിന് നോക്കി നിൽക്കുമോ, സർജറി ചെയ്യുമോ? ഒരു ഡൗട്ടും ഇല്ല, സർജറി ചെയ്യും. ഒരു ഡൗട്ടും വേണ്ട, അവിടെ എന്താ ചെയ്യുക, സർജറി ചെയ്യും. അങ്ങനെ സർജറി ചെയ്യുന്ന വേളയിൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കുറ്റമല്ല. ഇവിടെ എന്താണ്, നല്ല ഉദ്ദേശത്തോടു കൂടെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നല്ല ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്ന പ്രവൃത്തിയാൽ അയാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതെന്തായി കണക്കാക്കില്ലടാ, കുറ്റമായി കണക്കാക്കില്ല. അതെന്തായി കണക്കാക്കില്ല, കുറ്റമായി കണക്കാക്കില്ല. സെക്ഷൻ 92, അതായത് സെക്ഷൻ 92, അതായത് സെക്ഷൻ 92 കൺസെന്റ് കൊടുക്കാൻ ഇവിടെ ആരുമില്ല. കൺസെന്റ് കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഗാർഡിയനോ ആരുമില്ല. ആ ഒരു അവസ്ഥയിൽ ചെയ്യുന്നൊരു കാര്യവും എന്തായി കണക്കാക്കില്ല, കുറ്റമായി കണക്കാക്കില്ല എന്നാണ് സെക്ഷൻ 92 പറയുന്നത്. അപ്പോൾ കൺസെന്റ് ഇല്ല, പക്ഷെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അത് 92. 88 എന്തായിരുന്നടാ, സ്വന്തം കൺസെന്റ് ചെയ്യുന്ന കുറ്റം, അല്ലെ? സ്വന്തം കൺസെന്റിൽ എന്തോ ചെയ്യുന്നു, അത് കാരണം അപകടം സംഭവിച്ചാൽ കണക്കാക്കില്ല. 89 പോകുമ്പോൾ 89 പോകുമ്പോൾ അവിടെ എന്താണ്, ഗാർഡിയന്റെ കൺസെന്റോ അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൺസെന്റോട് കൂടി മറ്റൊരാളോ അല്ലെങ്കിൽ ഗാർഡിയനോ പാരന്റോ ചെയ്യുമ്പോൾ. ദെൻ 92 പോകുമ്പോൾ എന്തായിരുന്നു, അവിടെ കൺസെന്റ് കൊടുക്കാനായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ കൺസെന്റ് കൊടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല, നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു പ്രവൃത്തി ചെയ്യുന്നു, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതും എന്തില്ല, കുറ്റമായി കണക്കാക്കില്ല. അപ്പോൾ നമുക്ക് പോലീസിന്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ജനറൽ എക്സെപ്ഷൻസ് ഇത്രയേ ഉള്ളൂ. 81, 82, 83, 85, 88, 89, 92. ഇതിനകത്ത് കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യം, അപക്വമായ ധാരണാശക്തി ഏത് പ്രായത്തിനിടയിലാണ്? അത് ഏത് പ്രായത്തിനിടയിലാണ്? 7 മുതൽ 12 വയസ്സ്. ഇനി നമുക്കൊന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്, എന്താണ് ഡോളി ഇൻകാപ്പാക്സ്? കോടതിയിൽ എന്ത് ചെയ്യുക, 7 വയസ്സിൽ താഴെയുള്ള കുട്ടി എന്ത് കാരണം കൊണ്ടാ കുറ്റം ചെയ്തു എന്ന് എവിടെ തെളിയിക്കാനാവില്ലടാ, കോടതിയിൽ തെളിയിക്കാനാവില്ല. 7 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി എന്ത് കാരണം കൊണ്ടാ കുറ്റം ചെയ്തു എന്ന് കോടതിയിൽ തെളിയിക്കാൻ നമുക്ക് അതിനൊരു കാരണം, ആ ഒരു ഇന്റന്റ് ഫ്രെയിം ചെയ്യാൻ പറ്റത്തില്ല, അതാണ് ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നടാ? നമ്മളെ ജനറൽ എക്സെപ്ഷൻസ് മൊത്തം സെക്ഷൻസ് നമ്മൾ നോക്കി. ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചോളുക, ഇതിൽ നിന്ന് 1 മാർക്ക് ഷുവർ ആണ്. അപ്പോൾ നമ്മുടെ സ്പാർക്ക് ലേണിംഗ്സിന്റെ ആപ്പിൽ മിഷൻ CPO എന്ന് പറഞ്ഞിട്ട് ഒരു CPOയുടെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 90 ദിവസത്തെ കോഴ്സാണ്. അപ്പോൾ എല്ലാവരും അത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക. CPOയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ക്ലാസ്സസ് ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവും. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഐ ആം ആരോമൽ സൈനിങ് ഓഫ്.